Thesnim Azeez. Hi, I'm Thesnim Azeez. ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ഒരു കേക്കാണ്, ടീ ടൈം കേക്ക്. വാനില ഫ്ലേവർ വരുന്നുണ്ട്, അതുപോലെ ചോക്ലേറ്റ് ഫ്ലേവർ വരുന്നുണ്ട്. ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടീ കേക്കാണ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേക്ക്സ് പറഞ്ഞാൽ രണ്ട് തരത്തിലാണല്ലോ, പൗണ്ട് കേക്ക്, സ്പഞ്ച് കേക്ക്. പൗണ്ട് കേക്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ്. ഈ ഒരു ബേസ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പല ഫ്ലേവറിൽ വേണമെങ്കിലും ടീ കേക്ക് അല്ലെങ്കിൽ പൗണ്ട് കേക്ക് ചെയ്യാം. നോക്കാം. നമ്മൾ ആദ്യം 2 കപ്പ് മൈദയാണ്. 2 കപ്പ് മൈദയിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ആദ്യം സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇത് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് ഇട്ട് അങ്ങനെ 3 പ്രാവശ്യം അരിച്ചെടുക്കാം. 4 മുട്ട, ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. $200 ഗ്രാം ബട്ടർ അല്ലെങ്കിൽ 200 ml സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇതിപ്പോൾ കുറച്ചിങ്ങനെ പിരിഞ്ഞ പോലെ ഉണ്ടല്ലോ, പലർക്കും ഇങ്ങനെ വരുമ്പോൾ ഒരു സംശയമാണ്, ഇത് കേടായോ ചീത്തയായോ എന്ന്. അതെന്താ വെച്ചാൽ ബട്ടറിൻ്റെ തണുപ്പും മുട്ടയുടെ തണുപ്പും കുറച്ച് ആ ഒരു ടെമ്പറേച്ചറിലുള്ള ആ ഒരു വ്യത്യാസം കൊണ്ടാണ്. അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. ഈ ബാക്കിയുള്ളതെല്ലാം ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഇനി ഇതിലേക്ക് 200 ഗ്രാം പഞ്ചസാര, 2 ഏലക്ക ഗ്രാമ്പൂ, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 2 കഷ്ണം 2 കഷ്ണം പട്ട ചേർത്ത് പൊടിച്ചതാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതുവരെയുള്ള പ്രോസസ്സെല്ലാം നല്ല സ്പീഡിൽ വേണം ചെയ്യാൻ. ഇനി നമ്മൾ മൈദ, ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുള്ള മൈദ ആണ് ചേർക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുക, ബേക്കിംഗ് പൗഡർ ചേർത്ത മൈദേനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നാണ് പറയുക. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് പാല്. അപ്പോൾ നമ്മുടെ മിക്സിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇത് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതൊരു പോർഷൻ. രണ്ടാമത്തെ പോർഷനിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള മിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഐസിങ് ബാഗിൽ ചെയ്യണമെന്നില്ല, സ്പൂൺ കൊണ്ട് കോരിയിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. 2 എണ്ണത്തിൽ 2 കളർ, 2 ഫ്ലേവർ നിറയ്ക്കുക. ഇത് ഒന്ന് വാനില, ഒന്ന് ചോക്ലേറ്റ്, 2 ഇതിൽ ആക്കി. ഓരോ ലൈനായിട്ട് കൊടുക്കുക. ആദ്യം ഒരു വാനില ലൈൻ കൊടുക്കുക, അതിന് ശേഷം നമ്മൾ വാനില, ചോക്ലേറ്റ് 2 സ്റ്റെപ്പ് ഇങ്ങനെ ലൈനായിട്ട് കൊടുക്കുക. അത് സ്പൂൺ കൊണ്ട് കൊടുത്താലും മതി. ഐസിങ് ബാഗ് വേണമെന്നില്ല, സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. മൈക്രോവേവ് ഓവനിൽ കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തതാണ്. പ്രീഹീറ്റായി ഇനി ലോ റാക്ക് വെക്കുകയാണ്. അതിൻ്റെ മുകളിൽ കേക്ക് വെച്ചു, ക്ലോസ് ചെയ്തു. നമ്മൾ ടൈം കൊടുക്കുന്നത് 35 മിനിറ്റാണ് കൊടുക്കുന്നത്. 35-40 മിനിറ്റ് വരെ നമുക്ക് കൊടുക്കാം. അപ്പോൾ 40 മിനിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു 40 മിനിറ്റ് കൊടുത്ത 35 മിനിറ്റായി. സ്റ്റിക്ക് കുത്തി നോക്കുമ്പോഴേ ക്ലീനാണ്. അപ്പോൾ എടുക്കാം.
നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ബേക്കായിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ നല്ല കേക്കാണ്. നമുക്കിത് അൺബോക്സ് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ നല്ല രസമായിട്ട് വരും. നോക്കി എന്തുമാത്രം സോഫ്റ്റാണെന്ന്. നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് എടുക്കാം. കണ്ടോ, കേക്ക് 2 കളറിൽ വന്നിട്ടുണ്ട്, 2 ഫ്ലേവറാണ്. നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണേ. നല്ല കേക്കാണ്, നല്ല സ്പഞ്ചായിട്ട് വന്നിട്ടുണ്ട്, ടീ കേക്കായിട്ട്. പിന്നെ ടീ കേക്ക് ഞാൻ എന്താ ചെയ്യാറോ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എനിക്കിപ്പോൾ ഉണ്ടാക്കിയിട്ട് എപ്പോഴും കഴിക്കാൻ ആളില്ല, അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ആരെങ്കിലും വരുന്ന സമയത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൈക്രോ ചെയ്യും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ഉള്ളിലുള്ള ബട്ടറൊക്കെ ഒന്ന് മെൽട്ടാവുകയും ചെയ്യും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ സമയത്ത്. അങ്ങനെ ചെയ്തോ. അല്ലെങ്കിൽ ഇപ്പം കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അപ്പോൾ തന്നെ തീരും അല്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തോളൂ, എന്തായാലും ഇഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.